അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖന്നല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പൊട്ടാറ്റോ ബാജീൻ്റെ റെസിപ്പിയാണ്. മസാല ദോശയിലേക്കുള്ള ആലു ബാജീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സമയം കളയാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഒരു കടായി പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായ ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സ്പ്ലിറ്ററായ പിന്നെ ഒരു 2 മീഡിയം സൈസുള്ള ഓനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഒരു ഗോൾഡൻ കളർ വരുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു വലിയ സൈസുള്ള ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് ബോയിലാക്കി സ്മാഷ് ആക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതൊന്ന് ഒരു 5 മിനിറ്റ് വരെ ഇതിൽ തന്നെ ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് മെയിനായിട്ട് മസാല ദോശയിലേക്കുള്ള ആലു ബാജിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചത്. ഐ ഹോപ്പ് ഈ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.